കാര്യമില്ല. ജീവപുസ്തകത്തിൽ എന്ത് വേണം? പേര് വേണം. ആ പേരില്ല എന്ന് പറയുമ്പോൾ അതിന് ഗൗരവം മനസ്സിലാക്കി മതി. എനിക്ക് 40 വയസ്സുണ്ട്, എന്നെയൊക്കെ പ്രായമുള്ളവരുണ്ട്. ഞങ്ങളുടെയൊക്കെ സ്കൂളിൽ ഞങ്ങൾ റിസൾട്ട് അറിഞ്ഞത് 6, 7, 10 റിസൾട്ട് സൈറ്റിൽ നോക്കിയല്ല, സ്കൂളിൽ ചെന്ന് കഥകയിൽ എഴുതി വെച്ചത് കണ്ട. അങ്ങനല്ലേ വാസേ? അതെ. ഓമന PC, ബാബു KC, ട്രീറ്റസ് OC, ഇതിനകത്ത് അനീഷില്ലെങ്കിൽ കാലേക്കൂടി ഒരു പെരുപ്പ് കയറി, കണ്ണിക്കൂടി ഇരുട്ട് കയറി, നേരെ വീട്ടിൽ വരെ ഉപ്പാപ്പൻ്റെ വീട്ടിൽ പോയി രക്ഷപ്പെട്ട മതി കൊണ്ട് വളർക്കും. എന്നാൽ ജീവപുസ്തകത്തിൽ പേരില്ലെങ്കിൽ ഒരു ഉപ്പാപ്പൻ്റെ വീട്ടിൽ നീ പോകില്ല. നീ പോകുന്നത് നരകത്തിലേക്കാണ്. ഇന്ന് രാത്രി നിന്റെ മുമ്പിലിരിക്കുന്ന നിന്റെ തലമുറയുടെ പേര് ജീവപുസ്തകത്തിലേക്ക് കൈവിടപ്പെടാൻ സാധ്യതയുണ്ട്. ഇത് മേലെ സംഭവിക്കാനുള്ളതാണ്. ഞാൻ ആ സമയത്തെ ഭയപ്പെട്ട് നടത്തുമ്പോൾ രക്ഷിക്കപ്പെട്ടവരും ക്രൂശിക്കപ്പെട്ടവനെ കണ്ടവരുമായണം നമുക്കൊരു. എല്ലാവരും നമ്മളെ മറക്കും. എൻ്റെ ശബ്ദത്തോടെ നടക്കാൻ പറ്റില്ല. ഇനി ഞാൻ മരിച്ച് മണ്ണടിക്കാവിൽ പോയി 10 വർഷം കഴിഞ്ഞ് എൻ്റെ ഭാര്യ എന്നെ കൂടിക്കൊണ്ട് എൻ്റെ പല്ലെടുത്തുകൊണ്ട് ഷോക്കേസ് വെക്കത്തില്ല, അച്ചാച്ചൻ്റെ പറ്റാന്ന് പറഞ്ഞ എല്ലാവരും നമ്മെ മറക്കും. യേശു പറയുന്നത് എൻ്റെ ശവം, ഇതെന്റെ ശവം. ഇങ്ങനെ പറയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെതാകണം. അതിനെന്ത് ചെയ്യണം? യേശുവിനെ നിന്റെ ജീവനത്തിന്റെ രക്ഷിതാവ് സ്വീകരിക്കണം. അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം എടുത്തെങ്കിൽ ജനിച്ചതുകൊണ്ട് നീ യേശുവിൻ്റെതാകത്തില്ല. പാസ്റ്ററുടെ മകളായതുകൊണ്ട് നീ യേശുവിൻ്റെതാകത്തില്ല. യേശുവിൻ്റെതാകണമെങ്കിൽ ഇന്ന് രാത്രി അവനെ സ്വീകരിക്കണം. എന്റെ സഹോദരൻ പഴയമാർക്ക് നേരിയ വെളിപ്പാട് വരുത്തപ്പോൾ നമ്മൾ വാഴ്ത്തപ്പെട്ടവരായ വിളിച്ചു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വിളിച്ചു പറഞ്ഞു, ആദ്യമല ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ. യേശു വരുമ്പോൾ നമ്മൾ ഉയർത്തും. കർത്താവിനാണ് ഗംഭീരനാഥ പ്രധാന തോന്നുന്ന ശബ്ദം. ഇത് കേൾക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഉയർത്ത കർത്താവിനോടൊപ്പം. എല്ലാവർക്കും ഉയർക്കാൻ താല്പര്യം, ആർക്കും ഉയർക്കാതിരിക്കാൻ താല്പര്യം. ഇനി ബൈബിൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പ്രമാണത്തിനകത്തും നിയമത്തിനകത്തും നിൽക്കുന്നവർ മാത്രമേ ഉയർക്കത്തുള്ളൂ. എന്താണ് ഒന്നാമത്തെ യോഗ്യത? വായിപ്പിക്കാതെ പറഞ്ഞുവിടാം. യെശയ്യാപ്രവചനം 26:19 വായിക്കുന്നു, എന്റെ ശവങ്ങൾ ജീവിക്കും, എന്റെ മൃതന്മാർ ഉയർക്കും. എന്റെ ശവം. ഇങ്ങനെ ആർക്കാ പറയാൻ പറ്റുന്നേ? നമുക്ക് പറയാൻ പറ്റുമോ? ഇപ്പൊ ഞാൻ മരിച്ചു കിടക്കുന്നിരിക്കെ, നമ്മൾ മരിച്ചു കഴിയുമ്പോഴേ നമ്മൾ പുള്ളിക്കാരി ആസ്വദം ചെയ്ത് ഞാൻ എന്തോ ചെയ്യണം, വേറെ കെട്ടണോ, ജോലിക്ക് പോകും. കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്നേ നല്ല സ്വന്തം കണ്ണാൽ തന്റെ മുഖം കണ്ടിടും. കണ്ടിടും കണ്ടിടും പ്രിയനെ ഞാൻ കണ്ടിടും, അന്നേ നല്ല സ്വന്തം